മിടുക്കന്മാരെ പരിചയപ്പെടുത്താം. പനീർ ശെൽവവും പ്രതുലും ഈ രണ്ട് കുട്ടികൾ ഒരു കണ്ടുപിടുത്തം നടത്തി. അഗളി GVHSSലെ കുട്ടികളാണ് ഇവർ രണ്ടുപേരും. ഇവരുടെ കണ്ടുപിടുത്തം സംസ്ഥാന ശാസ്ത്രമേളയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇവരുടെ നാടിന് ഉപയോഗപ്രദമാകുന്ന ഒരു കണ്ടുപിടുത്തമായിരുന്നു ഇത്. നമുക്കറിയാം, അഗളിയിൽ അട്ടപ്പാടിയിലൊക്കെ വന്യമൃഗശല്യം എന്ന് പറയുന്നത് അത്രയും രൂക്ഷമാണല്ലേ. അപ്പോൾ ഇവർ കണ്ടുപിടിച്ച യന്ത്രം അനിമൽ റെപ്പലൻ്റ് ആണ്. വന്യമൃഗങ്ങളെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ തടയാൻ സഹായിക്കുന്ന ഒരു യന്ത്രം. ആ കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. അട്ടപ്പാടിയിൽ നിന്ന് രണ്ട് സുഹൃത്തുക്കൾ, രണ്ട് കൂട്ടുകാർ സംസ്ഥാന ശാസ്ത്രമേളയിൽ പങ്കെടുക്കാൻ വരുന്നു. അവരുടെ ജീവിതത്തിൽ എന്നും വന്യമൃഗശല്യം ഒരു പ്രശ്നമായിരുന്നു. അങ്ങനെയുള്ള അവർ ഈ ശാസ്ത്രമേളയിൽ എന്താണ് അവതരിപ്പിക്കുക? അവരുടെ വീടിനെ അല്ലെങ്കിൽ അവരുടെ നാടിനെ എന്നും വിറപ്പിക്കുന്ന ആനകളെ ഓടിക്കാൻ കെൽപ്പുള്ള മിഷൻ തന്നെയല്ലേ അവർ ഈ ശാസ്ത്രമേളയിൽ അവതരിപ്പിക്കേണ്ടത്? അങ്ങനെ ഒരു മിഷനാണിത്. ഇത് ആനയോ മറ്റു വന്യജീവികളോ ഒക്കെ വന്നാൽ അതിനെ അലാറമിലൂടെ ഓടിപ്പിക്കുന്ന ഒരു ടെക്നോളജിയാണ്. എന്താണ് ഇത്? അനിമൽ റിപ്പലന്റ് സിസ്റ്റം ആണ്. ഇതിൽ സെൻസർ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ സോളാറും ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ട്. സോളാറിൽ ചാർജ് കയറിയിട്ട് ബാറ്ററിയിൽ ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ രണ്ട് സെൻസർ ഉപയോഗിച്ചിട്ട് സെൻസ് ചെയ്ത് ബോഡി ഹീറ്റിൽ സെൻസ് ചെയ്യണതാണ്. അപ്പോൾ ആനയൊക്കെ വന്നാൽ സെൻസ് ചെയ്തിട്ട് സൈറൺ അടിക്കും. ഇതിലൂടെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇതിൽ കൂടി പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് രണ്ടിൽ കൂടി. ഞാനിവിടെ നിൽക്കുന്നോണ്ട് സാറ് ഉണ്ടല്ലേ, 180 ഡിഗ്രിയിൽ കവർ ചെയ്യും. അപ്പൊ നമ്മുടെ അതിർത്തിയിലേക്കൊക്കെ ആരെങ്കിലും കയറുകയാണെങ്കിൽ അറിയാൻ പറ്റും. എന്താണ് പേരെന്താണ്? പനീർ ശെൽവം. പ്രതുൽ. എങ്ങനെയാണ് ഒരു കാരണം? ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാളിങ്ങനെ മരിച്ചു അങ്ങനെ പറ്റിയിട്ടാ അത് ഐഡിയ വന്നാ ബന്ധത്തിൽ ഒരാള്. നിങ്ങളുടെ ബന്ധത്തിൽ? അത് ഒരു 2-3 ആഴ്ചയായിരുന്നു മുമ്പായിരുന്നു. വണ്ടിയിൽ പോകുമ്പോ ആന ഓപ്പോസിറ്റിൽ വന്ന് തട്ടി, വണ്ടി തട്ടി ചവിട്ടാണ്. കണ്ടുപിടുത്തം. ഇതിന്റെ ക്യാമറ ഉണ്ടായിരുന്നു. ഒരു 2 ആഴ്ച. എങ്ങനെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള്? ബാറ്ററി ഉണ്ട്, പിന്നെ ക്യാമറ ഉണ്ട്, PIR സെൻസർ ഉണ്ട്, പിന്നെ ലൈറ്റ്, സോളാർ, പിന്നെ സ്പീക്കർ. ഈ ശബ്ദം കേട്ടാണോ വന്യമൃഗങ്ങൾ? നമുക്ക് ശബ്ദം വേണമെങ്കിൽ മാറ്റാൻ പറ്റും. അത് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് സൗണ്ട് ഇപ്പോൾ വരുമ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ടാവും. സൗണ്ട് മാറുണ്ടല്ലേ, സ്പീഡ് മാറുണ്ട്. ഇപ്പം മാറിയില്ലേ? ഇപ്പോൾ ഓണാകുമ്പോൾ മാറ്റാം. ഇപ്പോൾ ഫുള്ളും ഇത് സ്വന്തം വീട്ടിൽ ഇത് വച്ചിട്ടുണ്ടോ? വീട്ടിൽ വെച്ചിട്ടില്ല, സ്കൂളിൽ ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. വെക്കണ്ടോ? വീട്ടിൽ വെക്കണം, ആഗ്രഹമുണ്ട്. രണ്ടുപേരും വീട്ടിൽ പ്രശ്നമാണ്. അപ്പോ അങ്ങനെ ആന ഇവരുടെ ജീവിതത്തിൽ എന്നും വലിയൊരു പ്രശ്നമാണ്. നാട്ടിലും വീട്ടിലും ഒക്കെ തന്നെ ഇങ്ങനെ വന്യമൃഗശല്യങ്ങൾ രൂക്ഷമാണ്. അതിൽ ഒരാളുടെ ഒരു ബന്ധുവിനെ ആന ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതിയും വന്നു. അതേ തുടർന്നാണ് ഇങ്ങനെ ഒരു ചിന്തയെത്തിയതും ഒരു മിഷൻ ഇവർ സംസ്ഥാന ശാസ്ത്രമേളയിൽ അവതരിപ്പിച്ചതും. മൽഗോഷി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. പനീർ ശെൽവവും പ്രതുൽ ഈ രണ്ട് മിടുക്കന്മാരെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. വലിയൊരു കയ്യടി കൊടുക്കുകയാണ്. ഒരു നാടിന് വേണ്ടിയിട്ട് ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ്. ഗോകുൽ VS നമുക്കൊപ്പം ചേർന്നുണ്ട്. ഗോകുൽ, പനീർ ശെൽവത്തിനാണ് കുറച്ചു നാൾ മുൻപ് ഒരു ബന്ധുവിനെ ഇതുപോലെ ആനയുടെ ആക്രമണത്തിൽ നഷ്ടമാകുന്നത്. അപ്പോൾ നാടിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അവരൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് അല്ലേ? ഈ പനീർ ശെൽവത്തിന്റെയും പ്രതുലിന്റെയും ഒക്കെ കണ്ടുപിടുത്തം ഹൃദയത്തിൽ തൊട്ടുള്ള കണ്ടുപിടുത്തം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ ജീവിതത്തിലെ എന്നും ഒരു മാറാത്ത പ്രശ്നമാണ് ഈ ആനശല്യവും വന്യജീവി സംഘർഷമൊക്കെ. അവർ അട്ടപ്പാടിയിൽ നിന്നാണ് വരുന്നത്. അവിടുത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2ാം വർഷ വിദ്യാർത്ഥികളാണ്. അവരുടെ ജീവിതത്തിൽ എന്നും അവർ നേരിടുന്നത് ഈ കാട്ടാനയും പുലി, കടുവ അങ്ങനെയൊക്കെയുള്ള ജീവികളോട് നേരിട്ട് കൊണ്ട് അതിൻ്റെ ഒരു വന്യമൃഗശല്യത്തിലൂടെയൊക്കെയാണ് അവർ കടന്നു പോകുന്നത്. അതിൽ പനീർ ശെൽവത്തിൻ്റെ ഒരു ബന്ധു കുറച്ച് നാളുകൾക്ക് മുൻപ് അട്ടപ്പാടിയിൽ വെച്ച് ആനയുടെ ആക്രമണത്തിൽ മരിക്കുകയും ചെയ്തു. അന്നത് വലിയ
വാർത്തയായിരുന്നു. ഇരുചക്ര വാഹനത്തിൽ പോകുമ്പോഴാണ് അത്തരത്തിലൊരു ആ ബന്ധു ആക്രമിക്കപ്പെടുന്നതും ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം എന്നുള്ള രീതിയിലാണ് അവർ ആ ചെറിയൊരു മിഷൻ കണ്ടുപിടിച്ചത്. അത് വളരെ അധികം നമുക്ക് ഉപയോഗിക്കാവുന്ന, നമ്മുടെ വനം വകുപ്പൊക്കെ അതിനൊക്കെ അത് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു മിഷനാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഈ ആന മാത്രമല്ല മറ്റേത് ജീവികളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നു. നമ്മുടെ വീടുകളിലോ അതിർത്തികളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ വന്യമൃഗങ്ങൾ മാത്രമല്ല മറ്റേത് മൃഗങ്ങളും വരുന്നത് അത് കാണാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും എന്നൊക്കെയുള്ളതാണ് ആ മിഷന്റെ പ്രത്യേകത. അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതം തന്നെയാണ് ആ കണ്ടുപിടുത്തം എന്ന് പറയാം. കാരണം അവരുടെ എല്ലാ ദിവസവും അവർ നേരിടുന്ന ഒരു പ്രശ്നത്തെ അതിനെ അഡ്രസ്സ് ചെയ്യുക, അതിനെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യം കണ്ടെത്തുക എന്നുള്ളതാണ്. ആ കൊച്ചു മിടുക്കന്മാർ വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്.